പല്ലുവേദന വീട്ടിൽ തന്നെ പരിഹരിക്കാൻ ഇതാ ചില എളുപ്പവഴികൾ. പല്ലുവേദന വന്നിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ എന്ന് പറയുന്നത് വളരെ ശരിയാണല്ലേ. മോണകൾ ഞെരിച്ചമർത്തി പല്ലുകൾക്ക് അടിച്ചു പിടിച്ച് പലരും വേദന സഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പല്ലുവേദന മാറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില മാർഗ്ഗങ്ങളുണ്ട്. മറ്റെന്തും സഹിക്കാം, ഈ നശിച്ച പല്ലുവേദന മാത്രം സഹിക്കാനാവില്ല എന്ന് പലരും പറയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നേരിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. പല്ലിനും താടിയിലും ചുറ്റുമുള്ള വേദനയാണ് പൊതുവെ പല്ലുവേദന എന്ന് അറിയപ്പെടുന്നത്. പല്ലുവേദനയ്ക്ക് കാരണങ്ങൾ പലതാണ്. അണുബാധ, പല്ല് ശോഷിക്കുന്നത്, ഫില്ലിങ്ങിൻ്റെ കുഴപ്പങ്ങൾ, അങ്ങനെ പലതുമാണ് പല്ലുവേദനയ്ക്ക് റീസൺ. പല്ലുവേദന മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകൾ ഇതാ. 1. ഐസ് പാക്ക് അഥവാ കോൾഡ് കംപ്രസ്. മുറിവ്, മോണവീക്കം എന്നിവ കാരണമുള്ള വേദനയാണെങ്കിൽ ഐസ് പാക്ക് വെക്കുന്നത് വലിയൊരു ആശ്വാസമാകും. വേദനിക്കുന്ന പല്ലിൻ്റെ ഭാഗത്തുള്ള കവിളിൻ്റെ പുറത്തായി ഐസ് പാക്ക് ഇടനേരങ്ങളിൽ വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഈ തണുപ്പ് പ്രയോഗിക്കുന്നത് മൂലം വേദനയ്ക്കും നീരിനും അയവുണ്ടാകുകയും ചെയ്യും. രണ്ടാമത്താണ് ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ടുള്ള വായ കഴുകൽ. ഉപ്പിട്ട ചൂടുവെള്ളം ഉപയോഗിച്ച് കുലുക്കി കുഴിഞ്ഞു തുപ്പുന്നതിലൂടെ പല്ലുകൾക്കിടയിലും പോടുകളിലും പറ്റിക്കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇതുമൂലം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വായ്ക്കകത്തുള്ള നീര് കുറയ്ക്കാനും മുറിവുകൾ ഭേദമാകാനും ഒക്കെ ഇത് വളരെ പ്രയോജനമാണ്. 3. വേദനസംഹാരികൾ നമ്മൾക്ക് കഴിക്കാം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അമിത വേദനയാണ്, സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേദനസംഹാരികൾ അഥവാ അസറ്റാമിനോഫൻ പോലുള്ള വേദനസംഹാരികൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്താണ് വെളുത്തുള്ളിയുടെ ഔഷധ ഗുണം പ്രാചീന കാലം മുതൽക്ക് മനുഷ്യന് അറിവുള്ളതായിരുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന അല്ലീസിൽ എന്ന ഘടകം നല്ലൊരു അണുനാശിനിയാണ്. അപ്പോൾ നമ്മൾ പല്ലുവേദനയൊക്കെ എടുക്കുമ്പം കുറച്ച് വെളുത്തുള്ളി എടുത്ത് ചതച്ച് ഉപ്പും ചേർത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ പല്ലുവേദനയ്ക്ക് നല്ലൊരു ശമനം കിട്ടുന്നതാണ്. അടുത്താണ് കർപ്പൂര തുളസി അഥവാ പുതിന ചെടി എന്ന് പറയും. അത് കർപ്പൂര തുളസി അല്ലെങ്കിൽ ഈ പുതിന ചെടിക്ക് ഗ്രാമ്പൂവിനെ പോലെ വായിൽ മരവിപ്പ് സൃഷ്ടിക്കാനുള്ളൊരു കഴിവുണ്ട്. അങ്ങനെ ഇതുമൂലം നമുക്ക് പല്ലുവേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നു. അടുത്തതാണ് തോട്ടത്തുളസി എന്ന് പറയുന്നത്. നെഞ്ചിലെ അണുബാധ, ബ്രോങ്കൈറ്റിസ്, വില്ലൻ ചുമ തുടങ്ങിയ അസുഖങ്ങൾക്ക് നല്ലൊരു ഉപാധിയായി അംഗീകരിക്കപ്പെട്ടുള്ള സസ്യമാണ് തോട്ടത്തുളസി. ഇതുമൂലം പല്ലുവേദനയ്ക്കും ശമനം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് മറ്റൊരു ടിപ്പാണ് കറ്റാർവാഴയുടെ ഉപയോഗം. കറ്റാർവാഴയുടെ ഇലകൾക്കുള്ളിലെ നീര് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പം ഇത് ഉപയോഗിക്കുന്നത് മൂലം പല്ലുവേദനയുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ നീരെടുത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടി ചെറുതായി തടവിയാൽ വേദനയ്ക്ക് നല്ല കുറവുണ്ടാവും. പിന്നീടൊരു മെത്തേഡാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അത് അണുബാധ മൂലമുള്ള പല്ലുവേദനയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി ഉപയോഗിച്ച് വായ ഇങ്ങനെ കുഴിഞ്ഞ് നമ്മൾ തുപ്പില്ലേ, അങ്ങനെ തുപ്പുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതിനൊരു അളവുണ്ട്, അത് കറക്റ്റ് അളവിൽ, അതായത് 3% ഹൈഡ്രജൻ പെറോക്സൈഡും വെള്ളവും തുല്യ അളവിലെടുത്തിട്ട് 30 സെക്കൻഡ് സമയത്തേക്ക് വായിലിങ്ങനെ കൊണ്ട് നന്നായിട്ട് കുലുക്കി ഒഴിയണം. അങ്ങനെ ആ ലൈന് തുപ്പിക്കളഞ്ഞ ശേഷം 2-3 തവണ നമുക്ക് നോർമൽ കോൾഡ് വാട്ടറിൽ അതോ ശുദ്ധജലത്തിൽ നോർമൽ വെള്ളത്തിൽ വായ നന്നായിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പല്ലുവേദനയ്ക്കൊരു ശമനം ഉണ്ടാവും. പിന്നീട് മറ്റൊരിതാണ് ഗ്രാമ്പൂവിൻ്റെ ഉപയോഗം. ഗ്രാമ്പൂ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം, വായിൽ കുറച്ച് നേരത്തേക്ക് ഒരു മരവിപ്പ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ നമ്മൾ പല്ലുവേദന എടുക്കുന്ന സമയത്ത് ഗ്രാമ്പൂവൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബാക്ടീരിയ നശിപ്പിക്കാനും നമ്മുടെ വായ്ക്കകത്ത് മോണയ്ക്കകത്ത് നീര് കുറയ്ക്കാനൊക്കെ ഉള്ളൊരു കഴിവ് ഗ്രാമ്പൂവിനുണ്ട്. അപ്പോൾ അത് പല്ലിനെയും മോണയെയും ബാധിക്കുന്ന അണുബാധയൊക്കെ ചെറുക്കാനും വളരെ നല്ലൊരു മെത്തേഡാണ് ഈ ഗ്രാമ്പൂവിൻ്റെ ഉപയോഗം എന്ന്